ഗോപുരം കടന്ന് അകത്ത് കയറുമ്പോഴാണ് മുരുടേശ്വര ക്ഷേത്രം. അതിനകത്താണ് ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. അതും കടന്ന് നമ്മൾ മുകളിലോട്ട് കയറുമ്പോഴാണ് വലിയ ശിവപ്രതിഷ്ഠ കാണാൻ സാധിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുരുടേശ്വർ ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുരുടേശ്വർ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിന്. ഏതാണ്ട് അത്രയും ദൂരത്തിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അതിഭയങ്കരമായ ഗോപുരം നമുക്ക് കാണാൻ പറ്റും. ഈ ഗോപുരത്തിന് ഏതാണ്ട് 20 നിലകളുണ്ട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഈ ക്ഷേത്ര കവാടത്തിൻ്റെ മുമ്പിൽ 2 ആന പ്രതിമകളുണ്ട്. വരുന്നവരെ സ്വീകരിക്കാനായിട്ട് നല്ല മനോഹരമായ 2 പ്രതിമകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വാഹന പാർക്കിങ്ങും മറ്റുമുള്ള വിശാലമായ സ്ഥലം ഉണ്ട്. ഈ ഗോപുരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്താൽ ഈ 20 നിലകളിലും നമുക്ക് കയറി ഈ ചുറ്റുമുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഗോപുരം കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ ദേവിയുടെയും ഗണപതിയുടെയും ശിവൻ്റെയും അമ്പലങ്ങളുണ്ട്. അതിന് മുകളിലായിട്ടാണ് ശിവപ്രതിമ കാണുന്നത്. ഭീമാകാരമായ ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനടിയിൽ വലിയ മ്യൂസിയമുണ്ട്. ഗോകർണേശ്വര ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി കഥകൾ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഗോകർണത്ത് ഉറച്ചുപോയ ശിവനെ വലിച്ചു വെക്കാൻ രാവണൻ ശ്രമിച്ച കഥകൾ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശിവലിംഗം പൊട്ടിച്ചിതറി പല ഭാഗത്ത് ആയിട്ട് വീണതായിട്ടാണ് ഐതിഹ്യം. അതിലൊരു ഭാഗമാണ് മുരുടേശ്വര ക്ഷേത്രത്തിലെ എന്ന് പഴമക്കാർ പറയപ്പെടുന്നു. ഇതിന് ചുറ്റും അവിടെ നിന്ന് നോക്കിയാൽ ഏറ്റവും വിശാലമായ കടൽപ്പുറവും ബോട്ട് യാത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ഭക്തി നിർഭരമായ സ്ഥലമാണ് മുരുടേശ്വര ക്ഷേത്രം.